ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലു മാളിൽ നിന്നും 6 കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്ററും ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി പഞ്ചായത്ത് ടാറിംഗ് റോഡ് നമുക്ക് കാണാം. മനോഹരമായ ചുറ്റുമതിലെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 സൈഡിലും വഴി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് കവേഡോട് കൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മാണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയാണ് എടപ്പള്ളി എന്ന് പറയുന്നത്. ആ ഒരു എടപ്പള്ളിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീടാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കാണാം. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇനി ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10ഓളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെയാണ് നമുക്ക് നല്ലൊരു ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്കാണ് പ്രവേശിക്കേണ്ടത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലും അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും നമുക്ക് കാണാം. സീലിംഗ് ഫാൻ എല്ലാ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. മനോഹരമായ ഒരു സ്റ്റെയർ കേസ് ഏരിയ നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് ചെല്ലാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. മുകളിലെ നിലയിലായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 4 പാളിയുടെ വിൻഡോയാണ് ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിലും ലഭിക്കുക. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ടെക്സ്ചർ വർക്കുള്ള ഒരു ഭിത്തിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. താഴെ കണ്ട പോലെ വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും 6 കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി 3.300 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.